വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷിദ്, അഭിരാം, പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് പ്രതികൾ. ഇവരെ ഉടൻ പിടികൂടുമെന്ന് പോലീസ്. വയനാട്ടിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഏതായാലും പ്രതികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവർക്കായുള്ള തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ്? അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? തീർച്ചയായും രാവിലെ മുതൽ ഈ പ്രതികളെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ നിലനിന്നിരുന്നു. കാരണം ഇവർ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. തുടർന്ന് ഇവരെ പരിശോധിച്ചപ്പോൾ ഇവരുടെ മൊബൈൽ അടക്കം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസപ്പെട്ടിരുന്നു. പിന്നീട് ഈ പ്രതികളുടെ ബന്ധുക്കളുടെ വീട്ടിൽ വാഹനം കണ്ടെത്തുന്നു, കാറ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ആദ്യത്തെ പ്രതി ഹർഷിദിനെ പറ്റി വിവരം ലഭിക്കുന്നത്. ഹർഷിദും 3 സുഹൃത്തുക്കളുമായ വാഹനത്തിൽ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തുന്നു. പിന്നീടുള്ള പരിശോധനയിലാണ് പനമരം, കമ്പളക്കാട് സ്വദേശികൾ തന്നെയാണ് ഈ 4 പേരും ഈ കാറിൽ ഇത്തരത്തിൽ ഈ വാഹനം ഓടിച്ച ആളുകൾ 4 പേരും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 4 പേരും ഈ കമ്പളക്കാട് പനമര സ്വദേശികളാണെന്ന് മനസ്സിലായത്. തുടർന്ന് ആ പരിശോധനയിൽ വിശദമായ അന്വേഷണം നടത്തുന്നു പ്രദേശത്ത്. അങ്ങനെയാണ് അർഷിദിന്റെ സുഹൃത്തുക്കളായ 3 പേരുടെയും പേര് വിവരം ലഭിക്കുന്നത്. എന്തായാലും പോലീസ് പ്രാഥമികമായി ഇനിയുള്ളത് ഇവരുടെ ബന്ധുവീടുകൾ, സ്വാഭാവികമായിട്ടും ഇവരുടെ സുഹൃത്തുക്കളുടെ ഇടങ്ങൾ എല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. വളരെ പൊടുന്നനെ തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് വിവരം. എന്തായാലും വളരെ ക്രൂരമായ തരത്തിൽ ഈ കാറിൽ ഈ മാതൻ എന്ന ഗോത്ര യുവാവിനെ വലിച്ചിഴച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് വളരെ പൊടുന്നനെ തന്നെ പോലീസ് കർമ്മനിരതരായി വളരെ ശ്രമപ്പെട്ട് തന്നെ 11 മണിയോടെ വാഹനം കണ്ടെത്തുന്നു. തുടർന്ന് പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു. എന്തായാലും വൈകിട്ടോടെ പ്രതികളെ പേരുൾപ്പെടെ വിശദമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇവരിലേക്ക് എത്തുക വളരെ എളുപ്പമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സമഗ്രമായ പരിശോധന നടക്കുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലും അത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും വയനാട് പ്രതികൾ വിട്ടിട്ടില്ല എന്ന പ്രാഥമിക സൂചന ആദ്യഘട്ടത്തിൽ പോലീസ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും അത് കണക്കാക്കാതെ തന്നെ മറ്റുള്ള ജില്ലകളിൽ ഉൾപ്പെടെ ഇതിന്റെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഇവരുമായി ബന്ധമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ ഒക്കെയുള്ള പരിശോധനകളാണ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇവർ ഇത്തരം ആളുകളെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പൊ പ്രതികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ഒരു പ്രധാനപ്പെട്ട ഒരു പുരോഗമനം. എന്തായാലും പോലീസ് ഈ പ്രതികളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും. ശരി രതീഷ്.